Morning for all of you. I have already taught 2 paragraphs from the lesson His First Flight. Now I am going to tell you the summary of the 2 paragraphs. A young seagull was left alone on a sledge. His father, mother, 2 brothers and his sister had already flown away. But he was afraid to flap his wings. He feared that he could not move or his wings would never support him. So he can't move fast. His father and mother returned and scolded him, rebuked him and threatened to let him starve. ഇതാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിനെ പഠിച്ചത്. യങ് സീഗൾ വാസ് ലെഫ്റ്റ് അലോൺ ഓൺ ഈ സ്ലെഡ്ജ്. ലെഡ്ജിൽ ഒറ്റയ്ക്ക് ആയി യങ് സീഗൾ. പാരൻസ് നേരത്തെ തന്നെ പോയി കഴിഞ്ഞു. പക്ഷേ ഇയാൾക്ക് ആ വാസ്റ്റ് സീ കണ്ടപ്പോൾ ഭയം തോന്നി. അങ്ങനെ ഇയാൾക്ക് മൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിനെ നമ്മൾ പഠിച്ചു. Now I shall proceed the rest. That was 24 hours ago. Since then, nobody had come near him. The day before, all day long, he had watched his parents flying about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. He had, in fact, seen his older brother catch his first herring and devour it, standing on a rock while his parents circled around, raising a proud cackle. And all the morning, the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. I shall now explain. That was 24 hours ago. എന്താണ് ഈ ദാറ്റ്? മുകളിൽ പറഞ്ഞ സംഭവം നടന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ തലേ ദിവസമാണ് ഇവൻ്റെ പാരൻസും സിസ്റ്ററും ബ്രദേഴ്സും ഇയാളെ വിട്ടുപോയത്. ദാറ്റ് വാസ് 24 hours ago. അപ്പോൾ അവർ പോയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. ഈ 24 മണിക്കൂർ ഈ പാറയുടെ ലെഡ്ജിൽ ഒറ്റയ്ക്കായിരുന്നു ആ കുഞ്ഞു സീകൾ. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം. ഈ 24 മണിക്കൂറിൽ ആരും തിരിഞ്ഞു നോക്കിയില്ല. കാരണം ഇവൻ പറക്കാൻ ഭയപ്പെടുന്നത് കൊണ്ട് അല്ലേ, ആരും മൈൻഡ് ചെയ്തില്ല. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം. പാരൻസോ ബ്രദേഴ്സോ ഇവനെ തിരിഞ്ഞു നോക്കിയില്ല. The day before, all day long, he had watched his parents flying about. The day before, തലേ ദിവസം എന്ന് പറഞ്ഞാൽ പാരൻസ് ഇയാളെ ഉപേക്ഷിച്ച് പോയ സമയം മറ്റുള്ള കുഞ്ഞുങ്ങളെ ഈ പാരൻസ് പറക്കാൻ പഠിപ്പിക്കുന്നത് ഇയാൾ കാണുകയാണ്. The day before, all day long. All day long means full day. The day before, full day, he had watched his parents. The young seagull had watched. എന്താണ് വാച്ച് ചെയ്തത്? ഹിസ് പാരൻസ് ഫ്ലൈയിങ് അബൌട്ട്. പാരൻസ് പറന്ന് നടക്കുന്നതും വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. ബ്രദേഴ്സും സിസ്റ്ററുമായിട്ട് പറന്ന് നടക്കുന്നത് ഇവൻ ഈ ലഡ്ജിലിരുന്നുകൊണ്ട് കാണുകയാണ്. പെർഫെക്റ്റിംഗ് മീൻസ് ടീച്ചിങ്. പെർഫെക്റ്റിംഗ് ദം ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. ആ കുഞ്ഞുങ്ങളെ എന്ത് പഠിപ്പിക്കുകയാണ് പാരൻസ്? ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, പറക്കൽ കല പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് പറക്കേണ്ടത്, എങ്ങനെയാണ് തിരമാലയിൽ സ്കിം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫിഷ് തിരമാലയിൽ നിന്ന് കൊത്തിയെടുക്കേണ്ടത്, ഇതൊക്കെ മറ്റുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ് പാരൻസ്. ഇവൻ മാത്രം അവരുടെ കൂടെ പോകാൻ ഭയന്നു. അങ്ങനെ ലഡ്ജിൽ നിന്നുകൊണ്ട് ഇതൊക്കെ വാച്ച് ചെയ്യുകയാണ്. പെർഫെക്റ്റിംഗ് ദം, അവരെ പഠിപ്പിക്കുന്നത് വാച്ച് ചെയ്യുകയാണ്. പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, പറക്കൽ കല അഭ്യസിക്കുന്നതും. ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ്. സ്കിം അല്ലേ, സ്കിം ദ വേവ്സ് പറഞ്ഞാൽ ഫ്ലോട്ട് അല്ലേ, തിരമാലയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് മീൻ പിടിക്കുന്നതും
ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ് അതിൻ്റെ ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. ഫിഷിനെ എങ്ങനെയാണ് ഡൈവ് ചെയ്തെടുക്കേണ്ടത് ഇതൊക്കെ ആ പാരൻസ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. ഹി ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിങ് ആൻഡ് ഡിവോർ ഇറ്റ്. ഹി ഹാഡ് ഇൻ ഫാക്ട് ഹി ഹാഡ് സീൻ, അങ്ങനെ എടുത്താലും മതി. ഇൻ ഫാക്ട് വാസ്തവത്തിൽ, ഹി ഹാഡ് സീൻ ഹിസ് ഓൾഡർ ബ്രദർ ആ രണ്ട് സഹോദരന്മാരിൽ മൂത്തയാൾ ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിങ് എന്ന് പറഞ്ഞാൽ മത്തി. അപ്പം പറക്കൽ കല പാരൻസ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ബ്രദർ ആദ്യമായിട്ട് മത്തി മീൻ കൊത്തിയെടുക്കുന്നതും ഇവൻ കണ്ടു. അതിൻ്റെ സീൻ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിങ് എന്ന് പറഞ്ഞാൽ മത്തി, ഫസ്റ്റ് ഹെറിങ് ആൻഡ് ഡിവോർ എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക, ഡിവോർ ഇറ്റ് അത് വിഴുങ്ങുന്നത് ഇവൻ കണ്ടു. എവിടെ ചെന്നിരുന്നാണ് വിഴുങ്ങുന്നത്? സ്റ്റാൻഡിങ് ആണ് എ റോക്ക്. ഇവനിരിക്കുന്ന പാറയുടെ ആപ്പോസിറ്റ് സൈഡിൽ വേറൊരു പാറയുണ്ട്, അതിന് മുകളിൽ ചെന്നിരുന്ന് വിഴുങ്ങുകയാണ്. ഡിവോർ ഇറ്റ് സ്റ്റാൻഡിങ് ആണ് എ റോക്ക് വൈൽ ഹിസ് പാരൻസ്. ഈ സമയത്ത് പാരൻസ് എന്ത് ചെയ്യുന്നു? സർക്കിൾഡ് റൗണ്ട് അവൻ്റെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുകയാണ്, അവനെ അഭിനന്ദിച്ചുകൊണ്ട്. അവൻ ആദ്യമായി ഹെറിങ് കൊത്തിയെടുക്കാൻ പഠിച്ചല്ലോ എന്ന് അഭിനന്ദിക്കുകയാണ്. വൈൽ ഹിസ് പാരൻസ് സർക്കിൾഡ് വട്ടമിട്ട് പറക്കുക, സർക്കിൾഡ് അറൗണ്ട് റൈസിങ്. എന്ത് പ്രകടിപ്പിച്ചു? റൈസ് പറഞ്ഞാൽ ഉയർത്തുക. റൈസിങ് എ പ്രൗഡ് കേക്കിൾ അഭിമാനത്തോടുകൂടി ശബ്ദം ഉയർത്തിക്കൊണ്ട്. റൈസിങ് എ പ്രൗഡ് കേക്കിൾ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് എ ശ്രിൽ സൗണ്ട്, ഒരു ശ്രിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ ബ്രദേഴ്സിൻ്റെ തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ പറക്കുകയായിരുന്നു പാരൻസ്. all the morning the whole family had walked about on the big plateau midway down the opposite cliff laughing at his covered eyes. And all the morning, അങ്ങനെ രാവിലെ the whole family എന്ന് പറഞ്ഞാൽ father, mother, two brothers and sister, whole family had walked about on the big plateau എന്ന് പറയുന്നത് ഈ നിരപ്പായ സ്ഥലം. ആ പാറയുടെ മുകളിൽ തന്നെ നിരപ്പായ സ്ഥലത്ത് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നടക്കുകയാണ്. ആരുടെ കവേഡേഴ്സിനെ കളിയാക്കിക്കൊണ്ട്? ഈ യങ് സീകളിൻ്റെ കവേഡേഴ്സിനെ കളിയാക്കിക്കൊണ്ട്. ബിഗ് പ്ലേറ്റ്യൂ മിഡ്വേ ഡൗൺ ദ ആപ്പോസിറ്റ് ക്ലിഫ് എന്ന് പറഞ്ഞാൽ ഇവനിരിക്കുന്ന ക്ലിഫിൻ്റെ ആപ്പോസിറ്റ്, ഇവനിരിക്കുന്ന പാറയുടെ ആപ്പോസിറ്റായിട്ട് ഒരു പാറയുണ്ട്. അതിൻ്റെ ഈ വിശാലമായ നിരപ്പായ സ്ഥലത്ത് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. ലാഫിങ് കളിയാക്കിക്കൊണ്ട്, ചിരിച്ചുകൊണ്ട്. അറ്റ് ഹിസ് കവേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഭീരുത്വം. ഇവൻ പറക്കാൻ ഭയപ്പെടുന്നതുകൊണ്ട് ഇവനെ കളിയാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ഫാമിലി മെമ്പേഴ്സ്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ blazing warmly on his ledge that faced the south. He felt the heat because he had not eaten since the previous nightfall. Then he had found a dried piece of mackerel's tail at the far end of his ledge. Now there was not a single scrap of food left. He had searched every inch, rooting among the rough dirt-caked straw nest where he and his brothers and his sister had been hatched. He even gnawed at the dried piece of eggshell. It was like eating a part of himself. The sun was now ascending the sky. അങ്ങനെ സൂര്യൻ മുകളിലോട്ട് കടക്കുകയാണ്. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ കയറുക, ഡിസെൻഡിങ് ഇറങ്ങുക. ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ. അപ്പോൾ സമയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. 10 മണി, 10:30, 11 അങ്ങനെ കടക്കുകയാണ്. ദ സൺ വാസ് നൗ അസെറ്റിംഗ് ദ സ്കൈ. ആകാശത്തൂടെ അസെൻഡ് ചെയ്യുകയാണ്, കയറിപ്പോവുകയാണ് ഒരു സൂര്യൻ. ബ്ലേസിങ് വാംലി ഓൺ ഹിസ് ലെഡ്ജ്. ബ്ലേസിങ് എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുക. വാംലി ഓൺ ഹിസ് ലെഡ്ജ്. സൂര്യൻ്റെ പ്രകാശരശ്മി ഈ ലെഡ്ജിലേക്ക് പതിക്കുന്ന വിധം സൂര്യൻ മുകളിലോട്ട് വരികയാണ്. ബ്ലേസിങ് വാംലി ഓൺ ഹിസ് ലെഡ്ജ് ദാറ്റ് ഫേസ്ഡ് ദ സൗത്ത്. ലെഡ്ജാണ് റിലേറ്റീവ് പ്രൊനൗൺ ദാറ്റ്. ആ ലെഡ്ജിനെയാണ് പറയുന്നത് ദാറ്റ് ഫേസ്ഡ് ദ സൗത്ത്. അല്ല, സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ആ ലെഡ്ജിൽ സൂര്യകിരണങ്ങൾ
പതിക്കുന്ന രീതിയിൽ സൂര്യൻ മുകളിലോട്ട് വരികയാണ്. ഹീ ഫെൽറ്റ് ദ ഹീറ്റ്. ആ ചൂട് അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. കാരണം 24 മണിക്കൂർ കൊണ്ട് ഭക്ഷണമില്ല. അല്ലെങ്കിൽ ഫാദറോ മദറോ ആയിരിക്കും ഭക്ഷണം എത്തിക്കുന്നത്. ഇന്നാരും ഭക്ഷണം എത്തിച്ചില്ല. ഹീ ഫെൽറ്റ് ദ ഹീറ്റ്. അതുകൊണ്ടാണ് ഹീ ഫെൽറ്റ് ദ ഹീറ്റ്. ആ ഹീറ്റ് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ഹീറ്റിൽ തളർന്നു. ഹീ ഫെൽറ്റ് ദ ഹീറ്റ് ബിക്കോസ് ഹീ ഹാഡ് നോട്ട് ഈറ്റൺ സിൻസ് ദ പ്രീവിയസ് നൈറ്റ് ഫാൾ. പ്രീവിയസ് നൈറ്റ് ഫാൾ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഹീ ഫെൽറ്റ് ദ ഹീറ്റ് ബിക്കോസ് ഹീ ഹാഡ് നോട്ട് ഈറ്റൺ സിൻസ് ദ പ്രീവിയസ് നൈറ്റ് ഫാൾ. പ്രീവിയസ് നൈറ്റ് എന്ന് പറഞ്ഞാൽ തലേദിവസം രാത്രി മുതൽ യാതൊന്നും കഴിച്ചില്ല. 24 മണിക്കൂർ കൊണ്ട് ഭക്ഷണമില്ല. അങ്ങനെ ഈ ചൂട് അവനെ വല്ലാതെ തളർത്തി. ദെൻ ഹീ ഹാഡ് ഫൗണ്ട്. അങ്ങനെ വിശന്ന് തളർന്നപ്പോൾ ഇവൻ ആ കൂടൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി എന്തെങ്കിലും കിട്ടുമോ എന്ന്. നേരത്തെ കൊണ്ടുവന്ന് കഴിച്ചിട്ടതിൻ്റെ വല്ല ബാക്കിയുണ്ടോ എന്ന് നോക്കി. ഹീ ഹാഡ് ഫൗണ്ട് എ ഡ്രൈഡ് പീസ്. അപ്പോഴേക്കും ഒരു ഡ്രൈഡ് പീസ്, ഉണങ്ങിയ ഒരു വാലിൻ്റെ കഷ്ണം കിടക്കുകയാണ്. അയല മീനിൻ്റെ കഷ്ണം, മക്കറൽസ് ടൈൽ. മക്കറൽ എന്ന് പറഞ്ഞാൽ അയല. ദെൻ ഹീ ഹാഡ് ഫൗണ്ട് എ ഡ്രൈഡ് പീസ്. ഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ കഷ്ണം. 2-3 ദിവസത്തിന് മുമ്പ് കഴിച്ചതിൻ്റെ ഒരു ഉണങ്ങിയ കഷ്ണം കിടക്കുന്നത് കണ്ട്. മക്കറൽസ് ടൈൽ അറ്റ് ദ ഫാർ എൻഡ് ഓഫ് ഹിസ് ലെഡ്ജ്. അയാൾ താമസിക്കുന്ന ലെഡ്ജിൻ്റെ കൂട്ടിൻ്റെ ഒരറ്റത്ത് മാക്കറൽസ് ടൈൽ ഉണങ്ങിക്കിടക്കുന്നത് കണ്ടു. നൗ ദെയർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. പക്ഷേ ഉണങ്ങിക്കിടക്കുന്നില്ല. അതിൽ വല്ലതും കിട്ടുമോ? എന്നാലും വിശപ്പ് കൊണ്ട് ഒന്ന് കൊത്തി കുടഞ്ഞു നോക്കി എന്തെങ്കിലും കിട്ടുമെന്ന്. ഒന്നും കിട്ടുന്നില്ല. ഒരു സിംഗിൾ സ്ക്രാപ്പ് പോലും കിട്ടുന്നില്ല. പീസ്. സ്ക്രാപ്പ് മീൻസ് പീസ്. നൗ ദെയർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. ഒരു സിംഗിൾ സ്ക്രാപ്പ് പോലും ഇല്ല. ഒരു പ്രാവശ്യം കൊത്തിയെടുക്കാനുള്ള ഫിഷ് പോലും ആ മാക്കറൽസ് ടൈലിൽ ഇല്ല. ഹീ ഹാഡ് സെർച്ച്ഡ് എവരി ഇഞ്ച് റൂട്ടിങ് അമംഗ് ദ റഫ് ഡർട്ട് കാക്ഡ് സ്ട്രാ നെസ്റ്റ്. വീണ്ടും ആ സ്ട്രാ നെസ്റ്റിലൊന്ന് അരിച്ചു നോക്കി എന്തെങ്കിലും കിട്ടുമെന്ന്. ഹീ ഹാഡ് സെർച്ച് എന്ന് പറഞ്ഞാൽ സെർച്ച് നടത്തുക, അന്വേഷിക്കുക, തിരച്ചിൽ നടത്തുക. ഹീ ഹാഡ് സെർച്ച് തിരച്ചിൽ. ഹീ ഹാഡ് സെർച്ച്ഡ് എവരി ഇഞ്ച്. ഓരോ മുക്കിലും മൂലയിലും സെർച്ച് നടത്തി. റൂട്ടിങ് എമംഗ് ദ റഫ് ഡർട്ട് കാക്ഡ് സ്ട്രാ നെസ്റ്റ്. ആ നെസ്റ്റ് എങ്ങനെയുള്ളതാണ്? ഡർട്ട് കാക്ഡ്, പൊടി നിറഞ്ഞ വൈക്കോൽ കുഴങ്ങളും അല്ല പുല്ലും അങ്ങനെ തുരുമ്പുകളൊക്കെ കൊണ്ട് ചവറുകളൊക്കെ കൊണ്ട് നിറഞ്ഞ ആ കൂട് കംപ്ലീറ്റ് ഒന്ന് സെർച്ച് ചെയ്തു. വെയർ ഹി ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ബീൻ ഹാച്ച്ഡ്. ആ കൂട്ടിലാണ് ഈ ഡർട്ട് കാക്ഡ് സ്ട്രാ നെസ്റ്റ്. ഈ പുൽക്കൂട്ടിലാണ് ഇവൻ്റെ ബ്രദേഴ്സും ഇവനും ഇവൻ്റെ സിസ്റ്ററും അല്ല ജനിച്ചത്. ഹാഡ് ബീൻ ഹാച്ച്ഡ്. ഹാച്ച് എന്ന് പറഞ്ഞാൽ വിരിഞ്ഞു വരിക, കൊത്തി വിരിക്കുക, ഹാച്ച്. അപ്പോൾ ഇവർ വിടർന്നു വന്ന അല്ലെങ്കിൽ ഇവർ ജനിച്ച ആ കൂട് കംപ്ലീറ്റ് ഒന്ന് സെർച്ച് ചെയ്തു. ഹീ ഈവൻ നാവ്ഡ് അറ്റ് ദ ഡ്രൈഡ് പീസ് ഓഫ് എക്ഷർ. ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഇവർ ജനിച്ച് പുറത്തു വന്ന ആ മുട്ട തോട് കിടപ്പുണ്ട്. ആ മുട്ട തോടൊന്ന് കൊത്തി ഉടച്ചു നോക്കി. അതിനകത്ത് എന്തെങ്കിലും ലിക്വിഡ് കിട്ടുമെങ്കിൽ ഒന്ന് കൊത്തി കുടിക്കാൻ വേണ്ടി. ഹീ ഈവൻ നാവ്ഡ്. നാവ് എന്ന് പറഞ്ഞാൽ കറണ്ട് തിന്നുക എന്നാണ്. ഹീ ഈവൻ നാവ്ഡ് എന്ന് കൊത്തി കറമ്പുക അല്ലെങ്കിൽ കൊത്തി ഉടയ്ക്കുക എന്നൊക്കെ പറയാം. ഹീ ഈവൻ നാവ്ഡ് അറ്റ് ദ ഡ്രൈഡ് പീസസ് ഓഫ് എക്ഷൽ. ഉണങ്ങിക്കിടക്കുന്ന ആ എക്ഷൽ മുട്ടത്തോടിനെ ഒന്ന് കറണ്ട് തിന്നാൻ നോക്കി. അതിന് ആദർ പറയുന്നത് ഇത് ഏതുപോലെയുള്ള പ്രവൃത്തിയാണ്? തൻ്റെ ശരീരത്തിൻ്റെ ഒരു പാർട്ട് കൊത്തി തിന്നുന്നത് പോലെയല്ലേ? അല്ലെ, താൻ ജനിച്ച ആ മുട്ടത്തോടനെ കൊത്തുക എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിൻ്റെ ഒരു പാർട്ട് കൊത്തി കഴിക്കുന്നത് പോലെ. ഇറ്റ് വാസ് ലൈക്ക്, അത് ഏതുപോലെ? ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കാർന്ന് തിന്നുന്നത് പോലെ. ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. Then next paragraph. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. But on each side of him, the ledge ended in a sheer fall of precipice with the sea beneath, and between him and his parents there was a deep, wide crack. He then trotted back. Trotted എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ്,
ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്. ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത്. ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ പിന്നിലോട്ടും മുമ്പോട്ടും ഒന്ന് നടന്നു. ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക്, പാറയുടെ പുറത്തേക്ക് മുമ്പോട്ട് നടക്കും. അങ്ങനെ പാറയുടെ എൻഡിൽ വന്ന് നോക്കും, വീണ്ടും തിരിച്ച് നടക്കും. കാരണം പറക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ്. പക്ഷേ ഒരു കോൺഫിഡൻസ് ഇല്ല. ചിലപ്പോൾ ചിറക് പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ വെള്ളത്തിൽ വീഴുമല്ലോ, കടലിൽ വീഴുമല്ലോ എന്നുള്ള ഭയം കൊണ്ട് തിരിച്ചെന്ത് ചെയ്തു, വീണ്ടും കൂട്ടിലേക്ക് നടന്നു. ഹീ മീൻസ് ദ ലിറ്റിൽ സീകൾ, കുഞ്ഞു സീകൾ, കൂട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട സീകൾ. ഹീ ദെൻ ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത്. ട്രോട്ടഡ്, സ്റ്റെപ്ഡ്, ബാക്ക് ആൻഡ് ഫോർത്ത്, ഹിയർ ആൻഡ് ദയർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നു. ഫ്രം വൺ എൻഡ് ഓഫ് ദ ലെഡ്ജ് ടു ദ അതർ. ലെഡ്ജിൻ്റെ ഒരെൻഡിൽ നിന്ന് മറെൻഡ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഹിസ് ലോങ് ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡൈൻലി ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ് വിത്തൗട്ട് ഹാവിങ് ടു ഫ്ലൈ. ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ്, എങ്ങനെയെങ്കിലും അവിടെ എത്താൻ പറ്റുമോ എന്ന്. ഹിസ് ലോങ് ഗ്രേ ലെഗ്സ്, ഇവൻ്റെ ലോങ് ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡൈൻലി അല്ലേ. സ്റ്റെപ്പിംഗ് ഡൈൻലി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിംഗ് ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞാൽ ഈ വിശന്ന് തളർന്ന് നടക്കുന്ന സമയത്ത് കാലുകളൊന്നും നേരെ നിൽക്കില്ല. ഏകദേശം നോക്കിയാൽ നമ്മുടെ ഡാൻസ് സ്റ്റെപ്പ് വയ്ക്കുന്നത് പോലെ കാണാനൊരു പ്രത്യേക സൗന്ദര്യമുണ്ട്. ഇവിടെ വിശപ്പ് കൊണ്ടാണ് അങ്ങനെ നടന്നത്. ഹിസ് ലോങ് ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡൈൻലി അല്ലേ. ഡൈൻലി മീൻസ് ബ്യൂട്ടിഫുള്ളി. ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ്, ആരുടെ അടുത്തെത്താൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ട് നടന്നതാണ്. ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ്, പാരൻസിൻ്റെ അടുത്തെത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ശ്രമം നടത്തുകയാണ്. വിത്തൗട്ട് ഹാവിങ് ടു ഫ്ലൈ, പറക്കാതെ അല്ലാതെ എങ്ങനെയെങ്കിലും പാരൻസിൻ്റെ അടുത്തെത്താൻ പറ്റുമോ. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ലെഡ്ജ് എൻഡഡ് ഇൻ ഷിയർ ഫാൾ ഓഫ് പ്രിസിപ്പൈസ്. പക്ഷേ എന്ത് ചെയ്യാം, പാറയുടെ എൻഡിലേക്ക് വന്നപ്പോൾ പിന്നെ പാരൻസ് ഇരിക്കുന്ന ആ പാറയിലേക്ക് ഒരു കണക്ഷനും ഇല്ല, പറന്നേ പറ്റൂ. അതുകൊണ്ട് തിരിച്ചു നടന്നു. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ലെഡ്ജ് എൻഡഡ് ഇൻ ഷിയർ ഫാൾ ഓഫ് പ്രിസിപ്പൈസ്. കൂട്ടിൻ്റെ എൻഡ് എവിടെ ചെന്ന് അവസാനിക്കുക, ഷിയർ ഫാൾ ഓഫ് പ്രിസിപ്പൈസ് എന്ന് പറഞ്ഞാൽ കുത്തനെ കാണുക, മൈലുകൾക്ക് താഴെയായിട്ട് സമുദ്രം. അപ്പോൾ ഇങ്ങനെ ഈ ചെങ്കുത്തായി കിടക്കുന്ന ആ പാറയുടെ അടുത്തേക്ക് വന്നിട്ട് തിരിച്ചു നടന്നു. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദെർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. അങ്ങനെ പാരൻസ് ഇരിക്കുന്ന സ്ഥലത്തും ഇവൻ നിൽക്കുന്ന സ്ഥലത്തിനിടയ്ക്ക് ഒരു വൈഡ് ക്രാക്കാണ്. ഈ ക്രാക്ക് കടന്ന് അപ്പുറത്തെത്തിയാൽ പാരൻസിൻ്റെ അടുത്തെത്താം. അവന് കഴിയുന്നില്ല, അതുകൊണ്ട് വീണ്ടും കൂട്ടിലേക്ക് നടന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. ഷുവർലി ഹീ കുഡ് റീച്ച് ദം without flying if he could only move northwards along the cliff face. But then on what could he walk? There was no ledge and he was not a fly, and above him he could see nothing. The precipice was sheer and the top of it was perhaps farther away than the sea beneath him. Surely he could reach them without flying if he could only move northwards along the cliff face. ക്ലിഫ് ഫേസിലൂടെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞാൽ മതി പാരൻസിൻ്റെ അടുത്തെത്താം, തീർത്തും എത്താം. പക്ഷേ ഇവൻ ഭയപ്പെടുകയാണ്. ഷുവർലി ഹീ കുഡ് റീച്ച് ഹിസ് പാരൻസ് വിത്തൗട്ട് ഫ്ലൈയിങ് ഇഫ് ഹീ കുഡ് ഓൺലി മൂവ് നോർത്ത്വേഴ്സ്. വളരെ കഠിനമായിട്ടൊന്നും പറക്കണ്ട, ചെറുതായിട്ട് പറഞ്ഞാലും അവരുടെ അടുത്തെത്താം. പക്ഷേ അതിനുള്ള കോൺഫിഡൻസ് അവന് ഇല്ല. ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹീ വാക്ക്, ഇവനെങ്ങനെ നടക്കും, അവന് ആ കോൺഫിഡൻസ് ഇല്ല. ദർ വാസ് നോ ലെഡ്ജ് ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ. ഇതിനിടയ്ക്കൊരു ലെഡ്ജും ഇല്ല, ഹി വാസ് നോട്ട് എ ഫ്ലൈ അല്ലേ. ഇവനൊരു എക്സ്പെർട്ടായിട്ടുള്ള ഒരു പറവയും അല്ല. ആൻഡ് എബോവ് ഹിം ഹീ കുഡ് സീ നത്തിങ്. അങ്ങനെ മുകളിലോട്ട് നോക്കിയാൽ ഒന്നും കാണാൻ കഴിയുന്നില്ല, താഴോട്ട് നോക്കിയാൽ ഈ പ്രിസിപ്പൈസും സീയും. ദ പ്രിസിപ്പൈസ് വാസ് എ ഷിയർ. ആ പാറക്കെട്ട് ഷിയർ മീൻസ് ഇങ്ങനെ കുത്തനെയുള്ള എന്നർത്ഥം. നടന്ന് അങ്ങനെ താഴെ എത്താനും പറ്റില്ല, ചെങ്കുത്തായ. ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് പെർഹാപ്സ് ഫാർദർ അവേ ദാൻ ദ സീ ബെനീത്ത് ഹിം. ആ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ വളരെ ഫാർദർ അവേ, വളരെ അകലെയായിട്ട് കടലും കാണാം. അങ്ങനെ കടലിൽ വീഴുമെന്നുള്ള ഭയം കൊണ്ട് അവന് പറക്കാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ് പാരഗ്രാഫ്. ഹീ സ്റ്റെപ്ഡ് സ്ലോലി ഔട്ട് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്
and standing on one leg with the other leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. Still, they took no notice of him. He saw his two brothers and his sister lying on the place dozing with their heads sunk in their head necks. His father was preening the feathers on his white back, while his mother was looking at him. He stepped slowly out to the brink of the ledge. Brink എന്ന് പറഞ്ഞാൽ എഡ്ജ്. ആ കൂട്ടിൻ്റെ ലെഡ്ജിൻ്റെ എഡ്ജിലേക്ക് വന്നു. ആ പാറയുടെ ഏറ്റവും അവസാന ഭാഗത്ത് വന്ന് നിന്ന് ഒന്നുകൂടെ നോക്കി. ഹീ സ്റ്റെപ്ഡ് സ്ലോലി ഔട്ട് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്. ലെഡ്ജിൻ്റെ ബ്രിങ്ക്, എൻഡ്, എഡ്ജ്. ലെഡ്ജിൻ്റെ കൂട്ടിൻ്റെ എഡ്ജിലേക്ക് വന്നു. അതിൻ്റെ സ്റ്റാൻഡിങ് ആണ് ഓൺ ലെഗ്. അവിടെ വന്നിട്ട് ഒരടവ് പ്രകടിപ്പിക്കുകയാണ്. പാരൻസ് ഇവൻ ഉറങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ വല്ലതും ആഹാരം കൊണ്ടൊന്ന് കൊടുത്താലോ അതിന് ഉറക്കം നടിച്ച് നിൽക്കുകയാണ്. എങ്ങനെ? അതിൻ്റെ സ്റ്റാൻഡിങ് ആണ് ഓൺ ലെഗ്, ഒറ്റക്കാലിൽ നിൽക്കുക. ഒരു കാൽ ഉയർത്തി ഒറ്റക്കാലിൽ നിന്നാണ് ഉറങ്ങുന്നത്. അങ്ങനെ ഉറക്കം നടിക്കുന്നതാണ്, യഥാർത്ഥത്തിൽ ഉറങ്ങുന്നതല്ല. അതിൻ്റെ സ്റ്റാൻഡിങ് ആണ് ഓൺ ലെഗ് വിത്ത് ദ അതർ, മറ്റേ കാൽ എവിടെയാണ്? ഹിഡൻ അണ്ടർ ഹിസ് വിങ്, ചിറകനടിയിൽ മറച്ചിട്ടുണ്ട്. ഹിഡൻ അണ്ടർ ഹിസ് വിങ്. ഹി ക്ലോസ്ഡ് വൺ ഐ, എന്നിട്ട് ഒരു കണ്ണടച്ചു. മറ്റേ കണ്ണുകൊണ്ട് പാരൻസ് അടുത്ത് വരുന്നുണ്ടോ, ഫിഷ് വല്ലതും കൊത്തി കൊണ്ടുവരുന്നുണ്ടോ എന്ന് ഒരു കണ്ണുകൊണ്ട് നോക്കുന്നു. മറ്റേ കണ്ണ് അടച്ചു പിടിച്ച് ഒരു കാലും ഉയർത്തിപ്പിടിച്ച് ഒറ്റക്കാലിൽ നിന്നങ്ങനെ ഉറങ്ങുന്നതായി നടിച്ചു. ദെൻ ദ അതർ, പിന്നെ മറ്റേ കണ്ണും അടച്ചു. അതിൻ്റെ പ്രിറ്റൻഡഡ് ടു ബി ഫാളിങ് അസ്ലീപ്, ഉറങ്ങുന്നതായി പ്രിറ്റൻഡ് ചെയ്തു. പ്രിറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടിക്കുക. പ്രിറ്റൻഡഡ് ടു ബി ഫാളിങ് അസ്ലീപ്, ഉറങ്ങുകയാണ് എന്ന് നടിച്ചു ആ യങ് സീകൾ. സ്റ്റിൽ, എന്നിട്ടും, ഇപ്പോഴും, സ്റ്റിൽ, ഈ അവസ്ഥയിലും പാരൻസ് മൈൻഡ് ചെയ്തില്ല. സ്റ്റിൽ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. ഹിസ് പാരൻസ് ഡിഡ് നോട്ട് മൈൻഡ് ഹിം. നോ നോട്ടീസ് ഓഫ് ഹിം, ഡിഡ് നോട്ട് മൈൻഡ് ഹിം. ഇവനെ നോട്ട് ചെയ്തില്ല, ഇവനെ മൈൻഡ് ചെയ്തില്ല. ഇങ്ങനെ ഉറങ്ങുകയാണ് എന്ന് നടിച്ചിട്ട് പോലും അവർ മൈൻഡ് ചെയ്തില്ല. കാരണം അവൻ പറന്നു വരട്ടെ, എന്നിട്ട് അവനെ പറക്കാൻ പഠിപ്പിക്കാം എന്ന് ചിന്തിക്കുകയാണ് പാരൻസ്. He saw his two brothers and his sister lying on the pleasure dozing. ഇവൻ്റെ രണ്ട് ബ്രദേഴ്സും സഹോദരിയും ഭക്ഷണങ്ങളൊക്കെ കൊത്തിക്കഴിച്ചിട്ട് ഈ നിരപ്പായ സ്ഥലത്ത്, ഉയർന്ന നിരപ്പായ ഭൂമിയിൽ ഡോസ് ചെയ്യാണ്. ഡോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മയങ്ങുക. ഡോസ് അല്ലെ, ഹാഫ് സ്ലീപ്പ് എന്ന് പറയും അല്ലെ, മയങ്ങുക അല്ലെ. ഉച്ചയ്ക്കൊക്കെ ആൾക്കാർ മയങ്ങുന്നത് പോലെ ഒന്നും മയങ്ങുക. ഹി സാ ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ, രണ്ട് ബ്രദേഴ്സും സിസ്റ്ററും ലൈയിങ് ഓൺ ദ പ്ലേഷ്യു ഡോസിങ്, നിരപ്പായ സ്ഥലത്ത് കിടന്ന് മയങ്ങുകയാണ്. എങ്ങനെ? വിത്ത് ദെയർ ഹെഡ്സ് സങ്ക് ഇൻ ടു ദെയർ നെക്സ്. ഹെഡ്സ്, അതിൻ്റെ ചുണ്ടും തലയൊക്കെ നെക്കിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അല്ലേ. അപ്പോൾ തല ഇല്ല എന്ന് തോന്നും. കാരണം തല കഴുത്തിനടിയിൽ ഈ രോമങ്ങൾക്കുള്ളിൽ ഇങ്ങനെ മറച്ചു വെച്ച് അത് റെസ്റ്റ് ചെയ്യുകയാണ്. വിത്ത് ദെയർ ഹെഡ്സ് സങ്ക് മറയ്ക്കുക, മുങ്ങുക. ഇൻ ടു ദെയർ നെക്സിൽ അമർത്തി വെച്ച് അതിങ്ങനെ ഉറങ്ങുകയാണ്. ഹിസ് ഫാദർ വാസ് പ്രീനിങ് ദ ഫദേഴ്സ്. ഫാദർ എന്ത് ചെയ്യുന്നു? പ്രീനിങ് എന്ന് പറഞ്ഞാൽ ഈ തൂവൽ നനയുകയോ അല്ലെങ്കിൽ പൊടിപടലങ്ങൾ ഇരിക്കുകയോ ചെയ്താൽ അതിനെ കൊത്തിയെടുക്കും. ചിറകിൽ ഓരോ തൂവലായിട്ട് ഇങ്ങനെ കൊത്തിയിട്ട് അത് വലിക്കുന്ന സമയത്ത് എന്തെങ്കിലും തുരുമ്പോ എന്തെങ്കിലും ഇരുന്നാൽ, ചപ്പ് ചവർ ഇരുന്നാൽ അതൊക്കെ അങ്ങ് പോരും. നനഞ്ഞിരുന്നാൽ ആ വെള്ളമൊക്കെ അങ്ങനെ കൊത്തിക്കളയാം. എന്നാണ് പ്രീനിങ് എന്ന് പറയുന്നത്. ഹിസ് ഫാദർ വാസ് പ്രീനിങ് ദ ഫദേഴ്സ്. തൂവലിനെ കൊത്തി ഉണക്കുകയായിരുന്നു ഫാദർ. ഹിസ് ഫാദർ വാസ് പ്രീനിങ് ദ ഫദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. അതിൻ്റെ ബാക്കിലെ ഫെദറിനെ ഒന്ന് കൊത്തിവിരിക്കുകയാണ് ഫാദർ. ഒൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. മദർ മാത്രം ഇവനെ നോക്കുന്നുണ്ട്, ഇവൻ പറന്നു പോകുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. അപ്പോൾ ഈ പക്ഷി ലോകത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, പക്ഷികളിങ്ങനെ കുഞ്ഞുങ്ങളെ സ്വന്തമായി ആഹാരങ്ങളെല്ലാം എടുക്കാൻ പ്രാപ്തിയാക്കി വിട്ടതിന് ശേഷം അവരവരുടെ പാട്ടിന് പോവും, കുട്ടികൾ കുട്ടികളുടെ പാട്ടിന് പോവും. ഇപ്പോൾ മറ്റുള്ള കുട്ടികളെ പഠിപ്പിച്ചുവെങ്കിലും ഇവനെ കൂടെ പഠിപ്പിച്ചെടുത്താലേ അവർക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് അവരവിടെ അടുത്ത പാറയിൽ തന്നെ ഇരിക്കുന്നത്. എന്നാൽ ഇവൻ പറന്നു പോകുന്നതും നോക്കിയാണ് ഇരിക്കുന്നത്. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. മദർ മാത്രം ഇവനെ നോക്കുകയാണ്. ഷി വാസ് സ്റ്റാൻഡിങ്
on a little high hump on the plateau, her white breast thrust forward. She was standing. She ആര്? മദർ was standing. അവൾ ഇരിക്കുന്ന പാറയിലും ഉയർന്ന സ്ഥലത്ത് ഒരു ഹമ്പ്, മുഴ അല്ലേ, പൊങ്ങിയ സ്ഥലത്ത് കയറി നിന്ന് നെഞ്ച് വിടർത്തി നിന്ന് ഇവനെ നോക്കുകയാണ് അല്ലേ, ഇവൻ കാണത്തക്ക രീതിയിൽ നിന്ന്. ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹമ്പ്, ഉയർന്ന പ്രതലം, ഹൈ ഹമ്പ് ഓൺ ദ പ്ലേഷ്യൂ, ഉയർന്ന നിരപ്പായ സ്ഥലത്ത് ഉയർന്ന ഭാഗത്ത് നിന്ന് നോക്കുകയാണ്. ഹർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്, അവളുടെ ബ്രസ്റ്റ് മുമ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ പെരുവിരൽ തറയിൽ തൊട്ടിട്ട് ഒന്ന് ഉയർന്നാൽ നമ്മുടെ നെഞ്ചൊക്കെ വിരിഞ്ഞു വരും. അങ്ങനെ ആ മദർ ഇവനെ ഉയർന്ന സ്ഥലത്ത് നിന്ന് നെഞ്ച് വിരിച്ച് നോക്കുകയാണ്. നൗ ആൻഡ് അഗെയിൻ ഷീ ടോർ, മാത്രമല്ല അവൾ ഓരോ ടെക്നിക്ക് അവിടെ പ്രകടിപ്പിക്കുകയാണ്. അവനെ പറന്ന് പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതിന് ഓരോ ടെക്നിക്ക്. ഒരു ഫിഷിനെ കൊത്തിയെടുക്കും, ചുണ്ടിൽ വെച്ച് അവൻ കാണുന്നുകൊണ്ട് നോക്കും, വീണ്ടും കാലുകൊണ്ട് ചവിട്ടിപ്പിടിക്കും, അതിനെ കൊത്തും. ഇങ്ങനെയൊക്കെ ഓരോ പ്ലാൻ ആ മദർ കാണിക്കുകയാണ്. നൗ ആൻഡ് ദെൻ എഗെയിൻ ഷീ ടോർ എന്ന് പറഞ്ഞാൽ ടിയർ, ടോൺ, ടിയർ കൊത്തിക്കീറുക, കൊത്തിക്കുടയുക. ടോർ ഏതിനെ കൊത്തിക്കുടഞ്ഞു? അറ്റ് എ പീസ് ഓഫ് ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹർ ഫീറ്റ്, അല്ലേ, കാലിൽ ചവിട്ടിപ്പിടിച്ചേക്കുന്ന ആ ഫിഷിനെ ഒന്ന് കൊത്തിക്കുടഞ്ഞു. ആൻഡ് ദെൻ സ്ക്രാബ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹർ ബീക്ക് ഓൺ ദ റോക്ക്, എന്നിട്ട് ചുണ്ടുകൊണ്ട് പാറയിലൊന്ന് തേക്കുകയാണ്. ചുണ്ടുകൊണ്ട് പാറയിൽ തേക്കുക, മൂർച്ച വരുത്തുക എന്ന് പറഞ്ഞാൽ അത് കുത്തി തിന്നാൻ ഞാൻ തയ്യാറെടുക്കുകയാണ്, ഇപ്പോൾ പറന്നു പോയാൽ തരാം എന്നുള്ള രീതിയിൽ. ആൻഡ് ദെൻ സ്ക്രാബ്ഡ് ഈച്ച് സൈഡ്, സ്ക്രാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉരസുക, മൂർച്ച വരുത്തുക. ഈച്ച് സൈഡ് ഓഫ് ഹർ ബീക്ക് എന്ന് പറഞ്ഞാൽ ചുണ്ട്, ചുണ്ടിൻ്റെ ഓരോ സൈഡും ഇങ്ങനെ മൂർച്ച വരുത്തുകയാണ്. എവിടെ വരച്ചാണ്? ഓൺ ദ റോക്ക്, പാറപ്പുറത്ത് ഉരച്ച് മൂർച്ച വരുത്തുകയാണ് ആ മദർ. ആര് കാണത്തക്ക രീതിയിൽ? ഈ യങ് സീകൾ. ആപ്പോസിറ്റ് സൈഡിൽ ലെഡ്ജിൽ നിന്ന് നോക്കുന്ന ആ സീകൾ കാണത്തക്ക രീതിയിൽ ഫിഷിനെ കൊത്തിവെച്ചിട്ട് അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. ദ സൈറ്റ് ഓഫ് ദ ഫുഡ്, ഈ സീൻ കണ്ടപ്പോൾ അവനാകെ ഭ്രാന്തനായി. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ്, ഭ്രാന്ത് പിടിപ്പിക്കുക അല്ലേ. ആഹാരം ഇങ്ങനെ മദർ കൊത്തി കുടയുന്നത് കണ്ടപ്പോൾ ഇവൻ മാഡായി മാറി, ഭ്രാന്തനായി മാറി. പറഞ്ഞാൽ വിശന്ന് തളർന്ന് ഭ്രാന്തനായതാണ്. മാഡൻഡ് ഹിം. ഹൗ ഹീ ലൗഡ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ. എന്നിട്ട് ചിന്തിക്കുകയാണ്, ഇതുപോലൊരു ഫിഷ് കിട്ടിയെങ്കിൽ കൊത്തിക്കുടഞ്ഞ് തിന്നാമായിരുന്നല്ലോ. ഹൗ ഹീ ലൗഡ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ. ടിയർ എന്ന് പറഞ്ഞാൽ കൊത്തിക്കീറുക. ഹൗ ഹീ ലൗഡ് എന്തുമാത്രം ഞാൻ അല്ലേ, ആര്? ഈ ഹീ യങ് സീകൾ ലൗഡ് ടു ടിയർ ഫുഡ് ദാറ്റ് ഫുഡ് സ്ക്രാപ്പിംഗ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ. ഇതുപോലെ ചുണ്ടിനെ സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് മൂർച്ച വരുത്തിക്കൊണ്ട് ഇതൊക്കെ കൊത്തി കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് യങ് സീകൾ. ഹൗ ഹി ലൗഡ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ സ്ക്രാപ്പിംഗ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ ടു വെറ്റ് ഇറ്റ്. ഒന്ന് മൂർച്ച വരുത്തുക, വെറ്റ്, ആ ചുണ്ടിനെ ഒന്ന് മൂർച്ച വരുത്തി കൊത്തി കഴിക്കാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുകയാണ്. ഹി അട്ടേഡ് എ ലോ കേക്കിൾ, എന്നിട്ടൊരു ലോ സൗണ്ട് പ്രകടിപ്പിച്ചു. ലോ കേക്കിൾ എന്ന് പറയുന്നത് അവൻ വിശന്ന് തളർന്ന് കരയുമ്പോൾ ആ ശബ്ദമൊന്നും പുറത്ത് നേരെ വരില്ല. കേക്കിൾ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് എ ശ്രിൽ സൗണ്ട്, ഒരു പ്രത്യേക ശബ്ദം ഇങ്ങനെ പ്രകടിപ്പിക്കുക. ഹി അട്ടേഡ് ക്രൈഡ് എ ലോ കേക്കിൾ. ഹിസ് മദർ കേക്കിൾഡ് ടു. അപ്പോൾ അതിനർത്ഥമുണ്ട്. ഹി അട്ടേഡ് എ ലോ കേക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫിഷിൻ്റെ കഷ്ണം എനിക്ക് കൊണ്ടുതരൂ എന്ന് ആ യങ് സീകൾ ചോദിക്കുന്നതാണ്. അപ്പോഴും മദറോട് പറയുന്നു പറ്റില്ല എന്ന്. ഹിസ് മദർ കേക്കിൾഡ് ടു ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. നിനക്ക് വേണമെങ്കിൽ ഇവിടെ പറന്നു വരണം, അങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമില്ല എന്ന് ആ മദറും പറയുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. ഗാ 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 ഹി ക്രൈഡ് ബെഗിങ് ഹർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. ഫുഡിന് വേണ്ടി അവൻ കരഞ്ഞ് കേടുകയാണ്, ബഗ്ഗിയാണ്. ഗാ 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 ഹി ക്രൈഡ് ബെഗിങ് ഹർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. കുറച്ച് ഫുഡ് എനിക്ക് എത്തിക്കണം എന്ന് ആ കുഞ്ഞ് കരഞ്ഞു പറയുകയാണ്. ഗാ ഓൾ ആ ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. കളിയാക്കിക്കൊണ്ട് അങ്ങനെ നീ ഭക്ഷിക്കണ്ട എന്ന്
ആര് മദർ ബേർഡ് തിരിച്ചും പറയുന്നു. ഗാ ഊൾ ആ ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. മോക്കിംഗ്ലി എന്ന് പറഞ്ഞാൽ റെഡിക്കൂളിംഗ്ലി, കളിയാക്കിക്കൊണ്ട്. ബട്ട് ഹീ kept calling plaintively and after a minute or so he uttered a joyful scream. But he kept calling plaintively. ദുഃഖത്തോടുകൂടി വീണ്ടും വീണ്ടും അവൻ കരയുകയാണ്. But he kept calling plaintively, sorrowfully. ദുഃഖത്തോടുകൂടി വീണ്ടും കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ്, ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സന്തോഷം കൊണ്ടൊരു ശബ്ദം അവൻ പ്രകടിപ്പിച്ചു. എ മിനിറ്റ് ആർ സോ ഹി അട്ടേർഡ് എ joyful scream. He produced a joyful scream. സന്തോഷം നിറഞ്ഞ ഒരു ശബ്ദം പ്രകടിപ്പിച്ചു. സന്തോഷം മറ്റൊന്നുമല്ല, മദർ ഈ ഫിഷിനെയും കൊത്തിയെടുത്ത് പറക്കുന്നത് കണ്ടു. അവൻ ചിന്തിച്ചത് അവൻ്റെ അരികിലേക്ക് കൊണ്ടുവരുമെന്ന്. അതാണ് ആ സന്തോഷം നിറഞ്ഞ ശബ്ദം. ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ്. ആ പീസിനെ മദർ ബേർഡ് കൊത്തി ചുണ്ടിലെടുത്തു. ആൻഡ് വാസ് ഫ്ലൈയിങ് എക്രോസ് ടു ഹിം. ഇതൊക്കെ കൊത്തി കാണിച്ചിട്ടൊന്നും ഇവൻ പറക്കുന്നില്ല. അപ്പോൾ ഓരോ ടെക്നിക്കായിട്ട് ആ മദർ ബേർഡ് ഉപയോഗിക്കുകയാണ്. കുഞ്ഞിനെ എങ്ങനെ പറക്കാൻ പഠിപ്പിക്കാം, ഇവൻ പറന്നപ്പുറത്തെത്തണം, അതിനെന്ത് ചെയ്യാം, അതിനുള്ള ടെക്നിക്കുകളാണ് എടുക്കുന്നത്. അവസാനം മദർ ബേർഡ് ഈ ഫിഷിനെ ചുണ്ടിൽ കൊത്തിക്കൊണ്ട് ഇവൻ്റെ അരികിലേക്ക് പറന്നു. ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് എക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. ഫ്ലൈയിങ് എക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്, അതുമായി അയാളുടെ അടുത്തേക്ക് പറന്നു വന്നു. ഹീ ലീൻഡ് ഔട്ട് ഈഗർലി. ഇവൻ ഇവിടെ ഒന്ന് ചാടി പിടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഹീ ലീൻഡ് ഔട്ട് ഈഗർലി, ആകാംക്ഷയോടുകൂടി ഇങ്ങനെ മുമ്പോട്ട് നീങ്ങുകയാണ്. ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്. ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ചെയ്യുക, അല്ല, സ്റ്റെപ്പ് ചെയ്ത് പൊങ്ങുക. ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ് ട്രൈങ് ടു ഗെറ്റ് നിയർ ടു ഹർ. അവളുടെ അടുത്തെത്താൻ വേണ്ടിയുള്ള ഒരു കാലുകൊണ്ട് സ്റ്റെപ്പൊക്കെ ചെയ്ത് അങ്ങനെ മുമ്പോട്ട് വന്നു. അസ് ഷീ ഫ്ലൂ എക്രോസ്, ഇവൾ പറന്നു വരുമ്പോൾ. ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഹിം, അങ്ങനെ അവൾ ഈ പാറയിലേക്ക് വരുന്നില്ല, ഇവൻ്റെ തൊട്ടടുത്തായിട്ട് വന്നിങ്ങനെ നിന്നു. ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഹിം, തൊട്ട് അപ്പുറത്ത് ഓപ്പോസിറ്റായിട്ട് വന്ന് നിൽക്കുകയും അബ്രസ്റ്റ് ഓഫ് ദ ലെഡ്ജിനടുത്തായിട്ട് ഷീ ഹാൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിൽക്കുക. പിന്നെ ഇവൻ്റെ അടുത്തെത്തുന്നില്ല, തൊട്ട് അടുത്തായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇവൻ ചാടി പിടിച്ചാൽ ചുണ്ടിലിരിക്കുന്നത് കിട്ടത്തക്ക രീതിയിൽ നിൽക്കുകയാണ്. ഷീ ഹാൾട്ട് സ്റ്റോപ്പ് എന്നർത്ഥം. ഷീ ഹാൾട്ടഡ് ഹർ ലെഗ്സ് ഹാങ്ങിങ് ലിംബ്. അങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും കാലുകളിങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഹീസ് ലെഗ്സ് ഹാങ്ങിങ് ലിംബ്, ലൈമായിട്ട് തൂങ്ങി നിൽക്കുക. ഹർ വിങ്സ് മോഷൻലെസ്, ചിറകിന് ഇപ്പോൾ ചലനമില്ല. ചിറകടിച്ചാൽ മുമ്പോട്ട് പോകും, ചിറക് ചലിപ്പിക്കാതെ അങ്ങനെ നിന്നു. വിങ്സ് മോഷൻലെസ്. ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹർ ബീക്ക്. ആ ഫിഷിൻ്റെ കഷ്ണം ഇപ്പോഴും മദർ ബേർഡിൻ്റെ ചുണ്ടിൽ തന്നെ ഉണ്ട്. ആൾമോസ്റ്റ് വിത്തിൻ റീച്ച് ഓഫ് ഹിസ് ബീക്ക്. അവൻ്റെ ചുണ്ടിനോടടുത്തായിട്ട് പിടിച്ചാൽ എത്തത്തക്ക രീതിയിൽ അവൾ അങ്ങനെ നിശ്ചലമായി നിന്നു. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ഹീ വെയിറ്റഡ് എ മൊമെൻറ്റ് ഇൻ സർപ്രൈസ്, വണ്ടറിങ് വൈ ഷീ ഡിഡ് നോട്ട് കം നിയറർ, ആൻഡ് ദെൻ മാഡൻഡ് ബൈ ഹങ്കർ ഹീ ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. With a loud scream he fell outwards and downwards into space. His mother had swooped upwards as he passed beneath her. He heard the swish of her wings. He waited a moment in surprise. സർപ്രൈസിൽ ഒരു നിമിഷം വെയിറ്റ് ചെയ്തു. വണ്ടറിങ്, ഇവൻ ചിന്തിക്കുകയാണ്. വണ്ടറിങ്, തിങ്കിങ് വൈ ഷീ ഡിഡ് നോട്ട് കം നിയറർ. മദർ വന്ന് അങ്ങനെ നിൽക്കുകയാണല്ലോ, അന്തരീക്ഷത്തിൽ നിൽക്കുകയല്ലേ, എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നില്ല എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹി വെയിറ്റഡ് എ മൊമെൻറ്റ് ഇൻ സർപ്രൈസ്. അങ്ങനെ സർപ്രൈസിൽ ഒരു നിമിഷം അങ്ങനെ വെയിറ്റ് ചെയ്തു. വണ്ടറിങ് വൈ ഷീ ഡിഡ് നോട്ട് കം നിയറർ, എന്തുകൊണ്ടാണ് മദർ എൻ്റെ അരികിൽ വരാത്തത്. ആൻഡ് ദെൻ മാഡൻഡ് ബൈ ഹങ്കർ, അവസാനം വിശന്ന് തളർന്നപ്പോൾ, മാഡൻഡ് ബൈ ഹങ്കർ, വിശപ്പ് കൊണ്ട് ഭ്രാന്തനായപ്പോൾ, ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്, ആ ഫിഷിലേക്കൊന്ന് എടുത്ത് ചാടി, കൊത്തിയെടുക്കാൻ വേണ്ടി അവൻ്റെ ചുണ്ടിലേക്കൊന്ന് എത്തിപ്പിടിച്ചു. ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. എന്നാൽ മദർ ബേർഡ് എന്ത് ചെയ്തു? ഇവനിങ്ങനെ ഡൈവ് ചെയ്യുന്ന സംഭവം കണ്ട ഉടൻ തന്നെ
അവൾ പിന്നിലോട്ട് മാറി. വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഔട്ട്വേഴ്സ്. മദർ അങ്ങോട്ട് മാറി, ഇവൻ നേരെ സ്പേസിലേക്ക് പോവുകയാണ്. വിത്ത് എ ലൗഡ് സ്ക്രീം, ഒരു അലർച്ചയോടുകൂടി ഹി ഫെൽ ഔട്ട്വേർഡ്. ഫെൽ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ പിന്നെ പാറയിലാണെങ്കിൽ നിൽക്കാം, പാറയുടെ പുറത്ത് എന്ന് പറയുമ്പോൾ നേരെ കടലിലേക്ക് പോവുകയാണ്. ഹി ഫെൽ ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ടു സ്പേസ്. അങ്ങനെ ഔട്ട്വേർഡ് പാറയുടെ പുറത്തും ഡൗൺവേർഡ് താഴേക്ക്, ഇവിടെ കടലിലേക്ക് നീങ്ങുകയാണ്. ഡൗൺവേർഡ്സ് ഇൻ ടു സ്പേസ്. ഹിസ് മദർ ഹാഡ് സൂപ്ഡ് അപ്വേർഡ്സ്. അപ്പോൾ ഇവൻ പറന്ന് കൊത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മദർ ബേർഡ് സൂപ്ഡ് അപ്വേർഡ്, മൂഡ് അപ്വേർഡ്, മുകളിലോട്ട് പറന്നു. അങ്ങനെയാണ് അവൻ താഴേക്ക് പോകുന്നത്. ഹിസ് മദർ ഹാഡ് സൂപ്ഡ് അപ്വേർഡ്സ്. ആസ് ഹി പാസ്ഡ് ബെനീത്ത് ഹർ ഹി ഹാഡ് ദ സിഷ് ഓഫ് ഹർ വിങ്സ്. അപ്പോഴേക്കും മദറിൻ്റെ ചിറകടി ശബ്ദം കേട്ടു. ഇവൻ താഴേക്ക് പോകുന്നു. അഥവാ വെള്ളത്തിൽ വീണാൽ വെള്ളത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി മദർ ബേർഡ് വളരെ സ്പീഡിൽ ചിറകടിച്ച് പറന്നു വരികയാണ്. കാരണം അവനെ ചിറകിൽ താങ്ങി നിർത്താൻ. അങ്ങനെ വെള്ളത്തിൽ വീഴുമെങ്കിൽ ചിറകുകൊണ്ട് താങ്ങി നിർത്താൻ വേണ്ടി. ആസ് ഹി പാസ്ഡ് ബെനീത്ത് ഹർ ഹി ഹേർഡ് ദ സിഷ് ഓഫ് ഹർ വിങ്സ്, ദ സൗണ്ട് ഓഫ് ഹർ വിങ്സ്. അവളുടെ ചിറകടി ശബ്ദം ഈ യങ് സീകൾ കേട്ടു. നെക്സ്റ്റ് പാരഗ്രാഫ്. ദെൻ എ മോൺസ്ട്രസ് ടെറർ സീസ്ഡ് ഹിം ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ. Then a monstrous terror seized him and his heart stood still. മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ വിചിത്ര ജീവി. അപ്പോൾ മോൺസ്ട്രസ് ടെറർ എന്ന് പറഞ്ഞാൽ ഒരു അപൂർവ ജീവിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയം. അതുപോലെ പെട്ടെന്നൊരു ഭയം തോന്നി. Then a monstrous terror seized him and his heart stood still. ഇവൻ്റെ ഹൃദയമിടിപ്പ് ഒന്ന് നിന്നു. ഒരു നിമിഷം ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ. ഹീ കുഡ് ഹിയർ നത്തിങ്. പിന്നെ ഒന്നും കേൾക്കുന്നില്ല. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെൻറ്റ്. പക്ഷേ അത് ഒരു നിമിഷം. പെട്ടെന്ന് ഇയാളുടെ ചിറകുകൾ പുറത്തേക്ക് വന്നു. ഇവൻ അത് വിടർത്താൻ തുടങ്ങി. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെൻറ്റ്. ആ ഒരു ടെറർ ഒരു നിമിഷം നിന്നു. ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹീ ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേഴ്സ്. തൻ്റെ ചിറകുകൾ പുറത്തേക്ക് വരുന്നതായി തോന്നി. ദ വിൻഡ് റഷ്ഡ് അഗൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ്. അടിവയറിലൂടെ ഇങ്ങനെ വിൻഡ് റഷ് ചെയ്യുന്നതും ഫീൽ ചെയ്തു. ബ്രസ്റ്റ് ഫെതേഴ്സ്. ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക് ആൻഡ് അഗൻസ്റ്റ് ഹിസ് വിങ്സ്. സ്റ്റൊമക്കിലും വിങ്സിലും കാറ്റിങ്ങനെ വന്ന് പതിക്കുന്നു. ഹീ കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. വിങ്സ് കട്ടിങ് ത്രൂ ദ എയറിനെ കട്ട് ചെയ്ത് പോകുന്നത് കണ്ടു. ഹീ കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. ഹി വാസ് നോട്ട് ഫാളിങ് ഹെഡ്ലോങ് നൗ. ഇപ്പോൾ ഹെഡ്ലോങ് ആയിട്ട് വീഴുന്നില്ല. അവൻ്റെ ചിറകുകൾ പ്രവർത്തിച്ചു തുടങ്ങി. അവനങ്ങനെ പറന്നു തുടങ്ങി. ഹി വാസ് സോറിങ് ഗ്രാജുവലി. മൂവിങ്. ഹി വാസ് സോറിങ് ഗ്രാജുവലി. ക്രമേണ അവൻ സോർ ചെയ്യാൻ തുടങ്ങി, മൂവ് ചെയ്യാൻ തുടങ്ങി. ഡൗൺവേഴ്സ് ആൻഡ് ഔട്ട്വേഴ്സ്. താഴേക്കും മുകളിലോട്ടും ഇങ്ങനെ അവൻ ചിറകടിച്ച് പറക്കാൻ ആരംഭിച്ചു. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്. ഇപ്പോൾ അവന് ഭയമില്ല. ആ ഒരു കോൺഫിഡൻസ് കിട്ടി അല്ലേ? ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇനി ചിറകുകൾ പ്രവർത്തിക്കുമെന്നൊരു കോൺഫിഡൻസ് കിട്ടി. ഇനി അവന് ഭയമില്ല. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. അല്പം ഒന്ന് ഡിസിയായി. ആദ്യം ഒന്ന് ഒരു തല കറങ്ങുന്നത് പോലെ തോന്നി, ഡിസി പോലെ തോന്നി. പക്ഷേ പെട്ടെന്ന് നോർമലായി. ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ഓൺസ്. ഒരിക്കൽ കൂടെ ചിറകൊന്നടിച്ചു. ആൻഡ് ഹി സോർഡ് അപ്വേഴ്സ്. അങ്ങനെ അവൻ മുകളിലോട്ട് പറന്നു. ഇങ്ങനെ അവൻ പറക്കാൻ പഠിച്ചു. അപ്പോൾ മദർ ബേർഡിൻ്റെ ഒരു ടെക്നിക്കാണ് ഇവനെ പറക്കാൻ പ്രേരിപ്പിച്ചത്. മദർ ബേർഡ് ആ ടെക്നിക്ക് ഉപയോഗിച്ചു. ഇവൻ പറന്നെത്തുന്ന സമയത്ത് അവർ മൂവ് ചെയ്തു. ഇവൻ നേരെ വെള്ളത്തിലേക്ക് വീഴുമെന്നുള്ള ഭയം കൊണ്ട് ചിറകൊന്ന് വിടർത്തി ഇവൻ എന്ത് ചെയ്തു? ഒന്ന് മുകളിലോട്ട് പറന്നു തുടങ്ങി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിന് പൂർത്തിയാക്കാം.